താഴമൺ കുടുംബം ശബരിമല തന്ത്രി സ്ഥാനം ഒഴിയണമെന്ന് ആവർത്തിച്ച് BJP നേതാവ് ഡോക്ടർ KS രാധാകൃഷ്ണൻ. ക്ഷേത്രത്തിനും ഭക്തർക്കും അവമതിപ്പും ദുഃഖവും ഉണ്ടാക്കിയ കുടുംബമാണിതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. കണ്ഠര് മോഹനര്, കണ്ഠര് രാജീവര് എന്നിവരെ ഡോക്ടർ KS രാധാകൃഷ്ണൻ രൂക്ഷമായി വിമർശിച്ചു. താന്ത്രിക ജ്ഞാനമില്ലാത്തവരെ തന്ത്രിയാക്കരുതെന്നും രാജീവർ തന്റെ മകൻ ബ്രഹ്മദത്തനെ തന്ത്രിയാക്കാൻ നടത്തുന്ന നീക്കങ്ങൾ ബോർഡ് അംഗീകരിക്കരുതെന്നും ഡോക്ടർ KS രാധാകൃഷ്ണൻ ആവശ്യപ്പെട്ടു. ആചാര അനുഷ്ഠാന വിശുദ്ധി കാത്തുസൂക്ഷിക്കണം എന്നുണ്ടെങ്കിൽ തന്ത്രിമാര് സംശുദ്ധമായ ജീവിതം നയിച്ചിരിക്കണം. ദൗർഭാഗ്യവശാൽ താഴമൺ കുടുംബത്തിലെ തന്ത്രിമാര് അങ്ങനെ സംശുദ്ധമായ ജീവിതം നയിച്ചവരല്ല എന്ന് നമ്മുടെ മുമ്പിൽ തെളിവുകൾ സഹിതം നിൽക്കുകയാണ്. തന്ത്രവിദ്യയിലും തന്ത്രജ്ഞാനത്തിലും അയാൾക്ക് എന്തറിവുണ്ട് നമുക്കറിയില്ല. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അയാൾ സെക്കുലർ എഡ്യൂക്കേഷന് പോയിട്ടുള്ള ഒരാളാണ്. ആ സെക്കുലർ എഡ്യൂക്കേഷൻ കിട്ടി അതിനു വേണ്ടി പോയിട്ടുള്ള ഒരാൾക്ക് അയാൾ എവിടെയാണ് എപ്പോഴാണ് തന്ത്രം പഠിച്ചേക്കുന്നത്? അപ്പോൾ തന്ത്രിയുടെ കുടുംബത്തിൽ ജനിച്ചു എന്ന ഒറ്റ കാര്യം കൊണ്ട് തന്ത്രം അറിയാവുന്ന എങ്ങനെ കരുതും? ഇതാണ് ചോദ്യം. ചോദ്യം വളരെ പ്രസക്തമാണ് കേട്ടോ. ലേബി സജീന്ദ്രനുണ്ട് നമുക്കൊപ്പം. ലേബി സജീന്ദ്രൻ, വെരി ഗുഡ് മോർണിംഗ്. ലേബി സജീന്ദ്രൻ, ഈ ഒരു ഭാഗത്ത് തന്ത്രിയെ അന്ന് വീട്ടിലൊക്കെ പോയി കണ്ടത് BJPയുടെ അന്നത്തെ നേതാവായ സന്ദീപ് വചസ്പതിയും സംഘവും ഒക്കെയാണ്. ഈ തന്ത്രി ജയിലിലാവുന്ന സമയത്തും തന്ത്രിക്കെതിരെ ഒരക്ഷരം ഉരിയാടാതിരിക്കാൻ BJP പ്രത്യേകം ശ്രദ്ധിച്ചു. ഇപ്പോൾ KS രാധാകൃഷ്ണൻ മുതിർന്ന BJP നേതാവാണ്. KS രാധാകൃഷ്ണൻ ഇപ്പോൾ തന്ത്രിക്കെതിരെ ആഞ്ഞടിക്കുകയാണല്ലോ. അദ്ദേഹം ഇന്നലെ ഇട്ട ഫേസ്ബുക്ക് പോസ്റ്റിൽ നിന്ന് ഒരു പടി പോലും പിന്നോട്ടില്ലെന്നാണോ ഇപ്പോഴത്തെ പ്രതികരണത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? ലേബി, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ഡോക്ടർ. ഇന്നലെ ഇട്ട ഫേസ്ബുക്ക് പോസ്റ്റിൽ നിന്ന് ഒരടി പിന്നാക്കം പോയില്ലെന്ന് മാത്രമല്ല, കുറച്ചുകൂടി കടുത്ത ഭാഷയിലാണ് ഡോക്ടർ KS രാധാകൃഷ്ണൻ വിമർശനം ഉന്നയിച്ചുകൊണ്ടേയിരിക്കുന്നത്. അതാണ് ഇപ്പോൾ നമ്മളോട് പങ്കുവച്ചതും. ഏതായാലും ഈ വിഷയത്തിൽ, താഴമൺ കുടുംബവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ BJP നേതൃത്വത്തിന്റെ നിലപാട് തന്നെയായിരിക്കും ഈ ഘട്ടത്തിൽ പ്രധാനമായി വരിക. കാരണം തന്ത്രി കണ്ഠര് രാജീവർ അറസ്റ്റിലായ സമയത്തൊക്കെ BJPയുടെ നിലപാട് വളരെ കൃത്യമായിരുന്നു. ഈ വിഷയത്തിൽ ഇപ്പോൾ ഡോക്ടർ KS രാധാകൃഷ്ണനെ സംബന്ധിച്ചിടത്തോളം BJPയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളിൽ ഒരാളായതുകൊണ്ട് തന്നെ ഇതിന് BJP നേതൃത്വം മറുപടിയുമായി വരും എന്നുള്ള കാര്യം ഉറപ്പാണ്. അല്ലെങ്കിൽ അവരുടെ മറുപടി പ്രസക്തവുമാണ്. ഈ വിഷയത്തിൽ, അത് മാത്രമല്ല, താഴമൺ കുടുംബവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ വളരെ കടുത്ത ഭാഷയിൽ തന്നെയാണ് ഡോക്ടർ KS രാധാകൃഷ്ണൻ വിമർശനം ഉന്നയിക്കുന്നത്. നേരത്തെ ശോഭാ ജോണിന്റെ കേസുമായി ബന്ധപ്പെട്ട് അന്ന് കണ്ഠര് മോഹനർ അറസ്റ്റിലായ സംഭവം ഇവിടെ ഓർത്ത് കൃത്യമായി പറഞ്ഞിരിക്കുന്നു. ഇപ്പോൾ കണ്ഠര് രാജീവർ അറസ്റ്റിലായതിന്റെ വിഷയം പരാമർശിച്ചിരിക്കുന്നു. ഈ കാര്യങ്ങളെല്ലാം ഉന്നയിച്ചുകൊണ്ട് ഇരുവരുടെയും മക്കളെ ഇവർ രണ്ടുപേരും പ്രൊമോട്ട് ചെയ്യുന്നതിനെ നിശ്ചിതമായി വിമർശിച്ചുകൊണ്ടാണ് ഇപ്പോൾ അദ്ദേഹം രംഗത്ത് വന്നിരിക്കുന്നത്. താന്ത്രിക ജ്ഞാനം ഇല്ലാത്തവരെ എന്തടിസ്ഥാനത്തിലാണ് ദേവസ്വം ബോർഡ് തന്ത്രി സ്ഥാനത്തേക്ക് നിശ്ചയിക്കുന്നത്? ഇതിന് മറുപടി പറയേണ്ടത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡാണ് എന്നുള്ള കാര്യവും അദ്ദേഹം പറയുന്നു. അത് മാത്രമല്ല, ഗായത്രി മന്ത്രമോ ഗണപതി ഹോമത്തിന് ഉപയുക്തമായ മന്ത്രമോ ഒന്നും വശമില്ലാത്തവരെ എങ്ങനെയാണ് അത് ഉറപ്പുവരുത്താതെ ആ സ്ഥാനത്തേക്ക് ഇരുത്തുക? ഇപ്പോൾ കണ്ഠര് രാജീവർ തന്റെ മകൻ ബ്രഹ്മദത്തരെ തന്ത്രിയാക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ദേവസ്വം ബോർഡിന് കത്ത് നൽകിയിരിക്കുന്നതാണ് ഇപ്പോൾ ഈ വിഷയം ഡോക്ടർ KS രാധാകൃഷ്ണൻ ഏറ്റെടുക്കാൻ കാരണമായിരിക്കുന്നത്. ഒരു കാരണവശാലും ഇത്തരത്തിൽ തീരുമാനം ദേവസ്വം ബോർഡ് കൈക്കൊള്ളരുത് എന്ന് പറയുന്നതിനൊപ്പമാണ് താഴമൺ കുടുംബത്തിനെതിരെ വളരെ ശക്തമായ വിമർശനം ഇദ്ദേഹം ഉന്നയിച്ചിരിക്കുന്നത്. നേരത്തെ കണ്ഠര് രാജീവർ അറസ്റ്റിലായ സമയത്ത് BJP നേതൃത്വം അദ്ദേഹത്തിനൊപ്പം നിലയുറപ്പിച്ചെങ്കിലും അന്നും ഡോക്ടർ KS രാധാകൃഷ്ണൻ എതിർപ്പുമായി രംഗത്ത് വന്നിരുന്നു. ഡോക്ടർ, ഓക്കെ, താങ്ക് യു. KS രാധാകൃഷ്ണൻ എന്തായാലും ആഞ്ഞടിക്കുകയാണ് താഴമൺ തന്ത്രി കുടുംബത്തിനെതിരെ. എന്താണ് ഇവരുടെയൊക്കെ യോഗ്യത എന്നുള്ളതാണ്. ഒരാൾ ഒരു കേസിൽപ്പെട്ട് അകത്തുപോയി, നേരത്തെ കേസിൽപ്പെട്ട് വിവാദങ്ങളിൽ പെട്ടിരുന്നു, പ്രേക്ഷകർക്ക് അറിയാവുന്നതാണ്. അന്ന് എന്താണ് കൊച്ചിയിലെ ഫ്ലാറ്റിൽ സംഭവിച്ചതെന്ന്. മറ്റൊരു കേസിൽ മറ്റൊരു തന്ത്രി അകത്തു പോകുന്ന അവസ്ഥയുണ്ടാവുന്നു എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അതൊക്കെ പരിശോധിക്കുക. വിശ്വാസികളായിട്ടുള്ളവർ അതിനൊക്കെ ഒരു ന്യായമായ മറുപടി കണ്ടെത്തുക എന്നല്ലാതെ എന്താ പറയുക. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, എന്തായാലും KS രാധാകൃഷ്ണൻ പറയുന്നത് താഴമൺ കുടുംബം തന്ത്രിസ്ഥാനം ഒഴിയണം എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, തന്ത്രവിദ്യയൊക്കെ പഠിച്ചവരല്ലേ ആ സ്ഥാനത്തേക്ക് വരേണ്ടത്. അല്ലാതെ ഈ പറയുന്ന ഗണപതി ഹോമത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ അതൊന്നും ഞാൻ പഠിച്ചിട്ടില്ല, കുടുംബത്തിലെ പാരമ്പര്യം ഉള്ളതുകൊണ്ട് ഈ പണിയൊക്കെ ചെയ്യുന്നു എന്ന് മറുപടി പറയുന്നവരെ അല്ലല്ലോ നമുക്ക് ആവശ്യം, അല്ലേ? തന്ത്രവിധി പഠിച്ചവരെ തന്ത്രിയാക്കുക എന്നുള്ളതാണ്. അതല്ലാതെ അതിനകത്ത് കുടുംബത്തിൻ്റെ മഹാത്മ്യത്തിനൊന്നും വലിയ പ്രസക്തി ഒന്നുമില്ലല്ലോ.